വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ചര്യ പിന്തുടരുക. പരിശുദ്ധമായ ഖുർആന്റെ മനോഹരമായ പ്രഖ്യാപനമാണിത്. നിരവധി നബിമാരുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ ചര്യ പിന്തുടരാൻ വേണ്ടി കൽപ്പിച്ചത്? അത്രയേറെ പരീക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയത്. രാജാവിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് എറിഞ്ഞുള്ള ശിക്ഷ, ആറ്റുനോറ്റ് കിട്ടിയ സ്വന്തം മകനെ ബലികർപ്പിക്കാനുള്ള കൽപ്പന. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷമയോടെ റബ്ബിലേക്ക് അഭയം പ്രാപിച്ചു. അഗ്നികുണ്ഡാരത്തിലെത്തി തണുപ്പായി കുളിരായി. സ്വന്തം മകനെ ബലികർപ്പിക്കാനുള്ള കൽപ്പന അള്ളാഹു പിൻവലിച്ചു. പകരം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ മൃഗത്തെ ഇറക്കിക്കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടും, പ്രത്യേകിച്ച് പലസ്തീനിലെ ഗസയിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോടും നമുക്ക് ഓർമ്മപ്പെടുത്താം, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമയോടെ റബ്ബിലേക്ക് അഭയം പ്രാപിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതം.